മോഹൻലാലിൻ്റെ ദൃശ്യം 3 ഇന്നലെ കണ്ടു. വളരെ നല്ല മൂവിയാണ്. ദൃശ്യം 1ഉം ദൃശ്യം 2ഉം ദൃശ്യം 3യും പോലെ തന്നെ അതിഗംഭീരമായ ഫാമിലി ഡ്രാമയാണ്. മോഹൻലാലിൻ്റെ ആ ഫാമിലിക്ക് സംഭവിച്ച ആ ഒരു ക്രൈമിനെ എങ്ങനെ മോഹൻലാൽ പോലീസിൽ പിടികൊടുക്കാതെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ദൃശ്യം 3ക്കും നമ്മൾക്ക് കാണുവാൻ സാധിച്ചത്. ദൃശ്യം 3യും ഒരു ഡൂപ്പർ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. നമുക്ക് ദൃശ്യം 4ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അതിനുള്ള ഒരു ഹിൻറ്റ് കൊടുക്കുന്നുണ്ട് ക്ലൈമാക്സിൽ. ദൃശ്യം 3നെ പറ്റി പറയുവാണെങ്കിൽ നല്ല ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്, നല്ല ഫാമിലി മൂവിയാണ്. അതുപോലെ തന്നെ നല്ല ക്ലൈമാക്സ് ആണ്. ജിത്തു ജോസഫ് എല്ലാ ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ നമ്മളെ 1ലും 2ലും എന്നതുപോലെ തന്നെ 3ലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരു ക്ലൈമാക്സാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോ. നല്ല അടിപൊളി മൂവിയാണ് ദൃശ്യം 3. ഒരു നെഗറ്റീവ് റിവ്യൂവും ഇല്ല. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊരു ഫാമിലി മാൻ ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണെങ്കിലും റിലേഷൻഷിപ്പിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകാം. ജോർജ് കുട്ടിയുടെ ആ ഒരു ക്രൈം നടന്ന ആ ഫാമിലിയെ സർവൈവ് ചെയ്യുന്ന ഒരു അടിപൊളി ഇമോഷണൽ ഡ്രാമയാണ്. അപ്പം എല്ലാവരും പോയി മൂവി കാണുക.